ഒരു കാലത്ത് മാർക്കറ്റിലെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു റെഡ്മി സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ റെഡ്മി നോട്ട് 4 ആണെങ്കിലും 5 ആണെങ്കിലും അതൊക്കെ എന്ന് പറയുന്നത് വലിയ ഹിറ്റായിരുന്നു. നല്ല സ്പെസിഫിക്കേഷൻ ആണ്, ആൾക്കാരെ കുറ്റം പറയാനും പറ്റത്തില്ല. എന്നാൽ കാലം മാറി, അങ്ങനെ റെഡ്മി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഉള്ള റെഡ്മി 14 സീരീസ് കാണുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്തൊരു ഡിവൈസ് ആണ്. അത് അതിൻ്റെ സ്പെസിഫിക്കേഷൻ ആണെങ്കിലും സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണെങ്കിലും ഈ ഒരു ഫോൺ എടുക്കണേക്കാട്ടും ബെറ്റർ ഓപ്ഷൻസ് മാർക്കറ്റിൽ ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ റിയൽമിയുടെ സൈഡിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ റെഡ്മിയുടെ സ്വന്തം സബ് ബ്രാൻഡായിട്ടുള്ള പോക്കോന്റെ സൈഡിൽ നിന്ന് വരെ നല്ല സ്പെസിഫിക്കേഷൻ ഉള്ള ഫോൺസ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ സ്പെസിഫിക്കേഷൻ മാത്രമല്ല, ഇതിന്റെ ബാക്കിയുള്ള എലമെന്റ്സിലും ഈ ഒരു ഫോൺ ഒരു പെർഫെക്റ്റ് ഫോൺ അല്ല. അല്ലെങ്കിൽ ഒരു നോർമൽ യൂസറിന് ഇതിന് നല്ല ബെറ്റർ ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയായാലും ദിസ് ഈസ് ഫോൺമോസ് ആൻഡ് ഇതാണ് റെഡ്മി സീരീസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ളത് റെഡ്മി നോട്ട് 14 ആണ്. വെറും 14 ആണ്. 20,000 റുപ്പീസിനകത്ത് പ്രൈസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുക. ഈ ഒരു ഫോൺ എടുക്കുന്നതിനെക്കാട്ടും നമ്മുടെ ഐക്യൂന്റെ Z9 എടുക്കുന്നതിന് ബെറ്റർ. ഈ ഒരു ഫോൺ ഒട്ടും മോശം ഫോണെന്ന് ഞാൻ പറയത്തില്ല. ഈ ഒരു സീരീസിൽ ആകെ കുഴപ്പമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റിയ ഒരു ഡിവൈസ് ആണ്. പക്ഷെ 20,000 റുപ്പീസിനകത്ത് നോക്കുമ്പോൾ ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ സ്പെസിഫിക്കേഷനും അല്ലെങ്കിൽ ഇതിനെക്കാട്ടും മച്ച് ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും മച്ച് ബെറ്റർ സ്പെസിഫിക്കേഷൻ ഒക്കെ തരുന്ന ഫോൺസ് ഉണ്ട്. അതൊക്കെ എടുക്കുന്നതായിരിക്കും ബെറ്റർ. ഒന്നാമത്തെ റീസൺ ഇതിന്റെ ചിപ്സെറ്റ് ആണ്. ചിപ്സെറ്റ് ഒട്ടും തന്നെ പവർഫുൾ അല്ല. ഡയമണ്ട് സിറ്റിയുടെ 7025 ആണ്. ഈ ഒരു ചിപ്സെറ്റ് എടുക്കുന്നതിനെക്കാട്ടും ബെറ്റർ. ഡയമണ്ട് സിറ്റി 7200 ഇടും അല്ലെങ്കിൽ 7300 ഈ ഒരു പ്രൈസിന് നോർമലി കാണുന്നതാണ്. ആ ഫോൺസ് ഒക്കെ എടുക്കുക എന്നാണ് ഞാൻ മെയിൻ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഓൾറെഡി ഫോൺസിന്റെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോസ്, ഈ ഒരു പ്രൈസ് പോയിന്റ് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അതിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഫോൺസ് ഒക്കെ നോക്കുക. ഈ ഒരു ഫോൺ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഇത് അവോയ്ഡ് ചെയ്യാനുള്ള മെയിൻ റീസൺ ഇതിന്റെ ചിപ്സെറ്റ് ഒട്ടും തന്നെ കേപ്പബിൾ അല്ല. ഈ ഒരു പ്രൈസിന് ബെറ്റർ ഓപ്ഷൻസ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഫോണിന്റെ ബാക്കിയുള്ള എലമെന്റ്സ് നോക്കുകയാണെങ്കിലും അവിടെയും കുഴപ്പമില്ലാത്തൊരു സ്പെസിഫിക്കേഷൻ ആണ്. ഡിസ്പ്ലേ അത്യാവശ്യം നല്ലതാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സൂപ്പർ ആമോലെഡ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. 6.67 ഇഞ്ചിന്റെ ഒരു സ്ട്രൈറ്റ് പാനലാണ്. കർവ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ ബാറ്ററി സൈഡ് നോക്കുകയാണെങ്കിൽ 5110 mAh ബാറ്ററിയാണ്. അതും 45 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജർ കൊടുത്തിട്ടുണ്ട്. ബോക്സിനകത്ത് ചാർജറൊക്കെ കിട്ടും. അതൊക്കെ വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് വരാം. മെയിൻ ആയിട്ട് ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസും ചിപ്സെറ്റുമാണ് ഇതിന്റെ മെയിൻ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പ്രൈസ് പോയിന്റിന് ഇതിനെക്കാട്ടും ബെറ്റർ ചിപ്സെറ്റ് കിട്ടും. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്രൈസ് പോയിന്റിന് ഇതിനെക്കാട്ടും ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കിട്ടും. ഞാൻ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിന് ഇങ്ങനെ കുറ്റം പറയാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് ആൻഡ്രോയിഡ് 14 ആണ്. ഈ ഒരു ടൈമിൽ ഒരു ഫോൺ മേടിക്കുന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് ദി ബോക്സ് ആൻഡ്രോയിഡ് 15 ഉണ്ടെന്ന് ഉറപ്പുവരുത്തണം. ആൻഡ്രോയിഡ് 14 മാത്രമല്ല കുഴപ്പം, ആൻഡ്രോയിഡ് 14ന്റെ കൂടെ തന്നെ 2 വർഷത്തിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് മാത്രമേ നമുക്ക് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. മെയിൻ ആയിട്ട് ആൻഡ്രോയിഡ് 15 കിട്ടും, അതുപോലെ തന്നെ 16 കിട്ടും. ഈ ഒരു ടൈമിൽ നോക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡ് 16ന്റെ ബീറ്റ വെർഷൻ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു ഫോണിൽ ആൻഡ്രോയിഡ് 14 കൊണ്ടുവച്ച് ലോഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ചിപ്സെറ്റ് 2 എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൺ എന്റെ സൈഡിൽ നിന്ന് ഒരു നോയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ കാരണവും ഇതിന്റെ ചിപ്സെറ്റ് കാരണവും ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുക. അടുത്ത ഫോൺ എന്ന് പറയുന്നത് റെഡ്മി നോട്ട് 14 പ്രോ ആണ്. ഇതിൽ പേരിൽ പ്രോ ഉണ്ടെന്നും പറഞ്ഞ് ഇതൊരു പ്രോ ഫോണൊന്നും അല്ല. അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ ഇത് സെയിം ഫോൺ നമുക്ക് വേറൊരു ബ്രാൻഡിന്റെ പേരിൽ മേടിക്കാൻ പറ്റും. എക്സാക്ട്ലി സെയിം ഫോണാണ്, എക്സാക്ട്ലി സെയിം ചിപ്സെറ്റ്, പെർഫോമൻസ് എല്ലാം സെയിം ആണ്. പക്ഷെ അവിടെ ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് ഒന്ന് പ്രൈസ് കുറവാണ്, അതുപോലെ തന്നെയാണ് നമുക്ക് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒരു കൂൾ ഫാക്ടർ കിട്ടുന്നുണ്ട്. സോ അതാണ് പോക്കോന്റെ സൈഡിൽ നിന്നുള്ള പോക്കോന്റെ X7. സോ പോക്കോന്റെ X7ഉം ഈ ഫോണും എക്സാക്ട്ലി സെയിം ആയതുകൊണ്ട് തന്നെ പ്രൈസും കുറവായതുകൊണ്ട് തന്നെ 20,000 റുപ്പീസിന് ആ ഒരു പോക്കോ X7 മേടിക്കാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. 25,000 റുപ്പീസ് മുടക്കി ഈ ഒരു ഫോൺ മേടിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇതിന്റെ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിൽ അതും സൂപ്പർ ആയിട്ടൊന്നും പറയാനില്ല. നമുക്കൊരു 50 മെഗാ പിക്സലിന്റെ പ്രൈമറി കിട്ടുന്നുണ്ട്, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 2 മെഗാ പിക്സലോട് കിട്ടുന്നുണ്ട്. സോ നോർമലി മിക്ക ഫോൺസിലും ഓഫർ ചെയ്യുന്ന ഒരു സ്പെസിഫിക്കേഷൻ ആണ്. അതൊക്കെ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് നോട്ടീസ് ചെയ്തത്, കുറെ ആൾക്കാർ ട്വിറ്ററിലൊക്കെ ഈ ഒരു ഫോണിന്റെ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസിനെ പറ്റി ബ്ലെയിം ചെയ്യുന്നുണ്ട്. ആൻഡ്രോയിഡ് 14 ആണ്, 3 വർഷത്തെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള ഒരു മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇതിന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പോളിസിയോ അങ്ങനെയൊന്നുമല്ല, ഇതിലുള്ള ബഗ്സ് ആണ്. ഇഷ്ടംപോലെ യൂസേഴ്സ് ഈ ഒരു ഫോണിനെ പറ്റി ട്വിറ്ററിൽ കംപ്ലൈൻസ് പറയുന്നുണ്ട്. ക്യാമറ ഓപ്പൺ ചെയ്യുമ്പോൾ സ്റ്റക്ക് ആവുന്നുണ്ട്, ഫോണിൽ ഇഷ്ടംപോലെ ബഗ്സ് ഉണ്ട്. MIUI എന്നുള്ള സോഫ്റ്റ്വെയർ HyperOS എന്ന് പറഞ്ഞ് പേര് മാറ്റിയിട്ടൊന്നും വലിയ ഗുണമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഷവമിന്റെ അടുത്ത് പറയാനുള്ളത് സോഫ്റ്റ്വെയർ മര്യാദയ്ക്ക് ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഫോൺസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലെങ്കിലും വിറ്റ് പോകുന്നതാണ്. പക്ഷേ HyperOSന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് ഈ ഒരു ഫോണൊന്നും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ HyperOS 2 വരുമ്പം ഇതിൽ കാണുന്ന ഇപ്പോൾ ഉള്ള ബഗ്സ് എല്ലാം ഫിക്സ് ആവുമായിരിക്കാം. പക്ഷേ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ചിട്ട് ഇതിൽ ഇഷ്ടം പോലെ ബഗ്സ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഒരു കർവ്ഡ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. 6.67 ഇഞ്ചിന്റെ തന്നെയാണ് നമുക്ക് ഇവിടെയും കിട്ടുന്ന സൈസ്. അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് പോക്കോന്റെ X7 മേടിക്കുക, ഈ ഒരു ഫോൺ സ്കിപ്പ് ചെയ്യുക. അത്യാവശ്യം ഡീസന്റ് ഫോണാണ്. പക്ഷേ ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു ചിപ്സെറ്റ് ഞാനൊട്ട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കാര്യമല്ല. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിന് ഇതിനെക്കാട്ടും ബെറ്റർ ചിപ്സെറ്റും അല്ലെങ്കിൽ ഇതിനെക്കാട്ടും ബെറ്റർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിവൈസുകളുണ്ട്. അതുകൊണ്ട് തന്നെ പോക്കോന്റെ X7 മേടിക്കുക. പിന്നെയാണ് ഈ ലൈനപ്പിൽ ഏറ്റവും സൂപ്പർ ഫോൺ നമ്മുടെ റെഡ്മി നോട്ട് 14 പ്രോ പ്ലസ്. അപ്പോൾ ഈ ഒരു പ്രോ പ്ലസ്
പ്ലസ് എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരെ പറ്റിക്കാൻ അല്ലാതെ ഈ ഒരു ഫോണിൽ വലിയ സ്പെസിഫിക്കേഷൻ ഒന്നുമില്ല. സ്നാപ്ഡ്രാഗന്റെ ചിപ്സെറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 ആണ്. ഇപ്പോൾ ഈ 7S Gen 3 എന്ന് കേൾക്കുമ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ട് എന്നൊക്കെ ആൾക്കാർ തെറ്റിദ്ധരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു സ്നാപ്ഡ്രാഗൺ ഒരു നമ്പർ വന്നിട്ട് ഒരു എസും കൂടെ വരെയാണെങ്കിൽ അതൊരു പവർ കുറഞ്ഞ വേരിയന്റ് ആണ്. സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഉണ്ട്. സോ 7 Gen 3ന്റെ അടിയിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയ ഒരു വേരിയന്റ് ആണ് 7S Gen 3 എന്ന് പറയുന്നത്. 7+ Gen 3 എന്ന് വരെയാണെങ്കിൽ അത് കുറച്ച് പെർഫോമൻസ് കൂടിയ ഒരു ചിപ്പും കൂടിയാണ്. അപ്പോൾ 7S Gen 3 ആയതുകൊണ്ട് ഇനി വലിയ പെർഫോമൻസ് ഒന്നും ഇവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല, വിച്ച് ഈസ് ഓക്കെ. ഈ ഒരു പ്രൈസ് പോയിന്റിന് കുറെ ഫോൺസിൽ നമുക്ക് ഈ ഒരു ചിപ്സെറ്റ് കാണാൻ പറ്റും, വിച്ച് ഈസ് ഓക്കെ. എല്ലാ ഫോണും പെർഫോമൻസ് തന്നെ ടാർഗറ്റ് ചെയ്യണമെന്നില്ല. ഈ ഒരു പ്രൈസ് പോയിന്റിന് നല്ല ക്യാമറ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇഷ്യൂ സോൾവ് ആവുന്നതാണ്. പക്ഷേ ഈ ഒരു ഫോണിന്റെ പ്രൈസും ബാക്കിയുള്ള ഫാക്ടേഴ്സ് കൂടെ നോക്കുമ്പോൾ നമുക്ക് നല്ല ഓപ്ഷൻസ് വേറെ ഉണ്ട്. ഇപ്പൊ ഗെയിമിംഗ് ആണെങ്കിൽ പോക്കോന്റെ X7 Pro ഉണ്ട്. ഇപ്പൊ ഒരു ക്യാമറ ഡിവൈസ് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫോണിന്റെ പ്രൈസ് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം 31,000 റുപ്പീസ് ആണ്. ആ ഒരു പ്രൈസിന് നമുക്ക് ഈ ഒരു ചിപ്സെറ്റ് ഓക്കെയാണ്, നോർമലി ഓഫ്ലൈൻ സെൻട്രിക് ഫോൺസിലൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ക്യാമറ ഡിപ്പാർട്ട്മെന്റ് 50 മെഗാ പിക്സലിന്റെ പ്രൈമറി ആണ്, 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡും പിന്നെ ഒരു 50 മെഗാ പിക്സലിന്റെ 2.5x ഒപ്റ്റിക്കൽ ലെൻസുമാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു 2.5 എന്തിനാണ് കൊടുത്തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നില്ലെങ്കിൽ 2 കൊടുക്കുക അല്ലെങ്കിൽ ഒരു 3 കൊടുക്കുക. ഒരു 3x ആയിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനെ. പക്ഷെ അതിനെപ്പറ്റി കൂടുതലൊന്നും കംപ്ലൈന്റ് പറയാനല്ല. എന്നിരുന്നാൽ പോലും റിയൽമിയുടെ 14 Pro Plusൽ നമുക്ക് 3xന്റെ ഒപ്റ്റിക്കൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് പ്രൈസും കുറവാണ്. ചിലപ്പോൾ ഓഫേഴ്സിന് വേണമെങ്കിൽ ഇനിയും ഒരു 2000 അല്ലെങ്കിൽ ഒരു 1000 രൂപയിലൊക്കെ ഡിസ്കൗണ്ട് വരാനും ചാൻസ് ഉണ്ട്. മാത്രമല്ല ബാങ്ക് ഓഫർ വെച്ച് തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു ഫോൺ 28,000 റുപ്പീസിനാണ് സെല്ല് ചെയ്യുന്നത്. സോ ആ ഒരു പ്രൈസിന് ആ ഒരു ഫോൺ ആയിരിക്കും ഞാൻ കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ഇതിനെക്കാട്ടും. കാരണം ഇപ്പോൾ റിയൽമിയുടെ നമ്പർ സീരീസ് ആണെങ്കിലും നമ്മുടെ റെഡ്മിയുടെ നമ്പർ സീരീസ് ആണെങ്കിലും സ്നാപ്ഡ്രാഗന്റെ 7S Gen 3 തന്നെയാണ്. പക്ഷേ ക്യാമറയും ബാക്കിയുള്ള പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് നമ്മുടെ റിയൽമി ആണ്. പിന്നെ ഈ ഒരു റെഡ്മി ഫോണിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ നമുക്ക് 6.67 ഇഞ്ചിന്റെ ഒരു കർവ്ഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. അതേ സമയത്ത് നമ്മൾ റിയൽമിയുടെ 14 Pro Plus നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ് കിട്ടുന്നത്. എനിക്ക് പേഴ്സണലി കർവ്ഡ് ഡിസ്പ്ലേ അങ്ങനെ ഇഷ്ടമില്ല. ഞാൻ കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് കോഡ് കർവ്ഡ് ഡിസ്പ്ലേ ആണ്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റ്സിൽ അറിയിക്കുക. പക്ഷേ ഈ ഒരു ഫോണിന്റെ ബാറ്ററി സൈസ് നോക്കുകയാണെങ്കിൽ അവിടെ അത്യാവശ്യം നല്ലതാണ്. 6200 mAh ബാറ്ററി എടുത്തിട്ടുണ്ട്. 90 വാട്ട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ചാർജർ ബോക്സിനകത്തും കിട്ടുന്നുണ്ട്. പക്ഷെ പ്രൈസ് പോയിന്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് കുറെ ഡൗൺ സൈഡ് ഉണ്ട്. സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് പോരാ, ഇഷ്ടംപോലെ ബഗ്സ് ഉണ്ട്. രണ്ടാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിന്റെ പ്രൈസിംഗ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് UFS 2.2 ആണ് കിട്ടുന്നത്. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയുന്നത് വേറെയും ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. ആ ഫോൺസ് ഒക്കെ മേടിക്കുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഫോണും സ്കിപ്പ് ചെയ്യുക. ഇതിനെക്കാട്ടും ബെറ്റർ കുറച്ചുകൂടെ പൈസ സേവ് ചെയ്തിട്ട് ആ ഒരു റിയൽമിയുടെ 14 Pro Plusഉം മേടിക്കുന്നതായിരിക്കും ക്യാമറയ്ക്ക് വേണ്ടി നല്ലത്. അല്ലെങ്കിൽ മോട്ടറോളയുടെ തന്നെ Edge 50 Proയും കിട്ടുന്നുണ്ട്. Edge 50 Pro എനിക്കറിയാം കുറച്ച് ബഗ്സ് ഒക്കെ ഉണ്ട്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു ഫോണിനെക്കാട്ടും ഫാർ ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പോൾ റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് കുറച്ചുകൂടെ സോഫ്റ്റ്വെയറിൽ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ മച്ച് ബെറ്റർ ഫോൺസ് റിലീസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പഴയ പോലത്തെ റെഡ്മിയുടെ പ്രൈസിംഗ് ആയിരുന്നെങ്കിലും അടിപൊളിയായിരുന്നില്ല. കാരണം റെഡ്മി നോട്ട് 6ഉം 4ഉം ഒക്കെ നല്ല ഹിറ്റ് ആയിരുന്നു. കാരണം 10,000 റുപ്പീസിനൊക്കെ അടിപൊളി സ്പെസിഫിക്കേഷൻ ആയിരുന്നു. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് റെഡ്മി നോട്ട് 4നും റെഡ്മി നോട്ട് 7നൊക്കെ നല്ലൊരു റഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഓൺലൈൻ സെൻട്രിക് ആയിട്ട് പോലും ഇഷ്ടംപോലെ ആൾക്കാർ ആ ഒരു ടൈമിൽ ഈ ഒരു ഫോൺസ് ഒക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ കാലം മാറി ഇപ്പോഴും റെഡ്മി എന്ന് പറയുന്ന ബ്രാൻഡ് പതുക്കെ ഇവോൾവ് ആയി അവരെന്തോ വലിയ ബ്രാൻഡായിട്ടാണ് അവരിപ്പോൾ കണക്കാക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെ പ്രൈസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓഫ്ലൈൻ സെൻട്രിക് ഫോൺ ആയിട്ടായിരിക്കും കൂടുതൽ ഇവർ ഫോക്കസ് ചെയ്യാൻ വേണ്ടി താല്പര്യപ്പെടുന്നത്. കാരണം ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആണ്. മാത്രമല്ല സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് പഴയ ആ ഒരു വാല്യൂ ഫോർ മണി സ്പെസിഫിക്കേഷൻ ഒന്നല്ല ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ദിസ് ഈസ് ഫോൺ മോസ്. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.